ഒന്ന് വീതം 3 നേരം എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ ഇന്നെപ്പോലത്തെ ഉള്ള ആൾക്കാരെ വീഡിയോ. അതായത് ഒന്നെങ്കിൽ രാവിലത്തെ, അല്ലെങ്കിൽ ഉച്ചക്കത്തെ, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ വീഡിയോസിൽ ഉണ്ടാവുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇനി നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. വേറെ വലിയ വെറൈറ്റീസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ വീട്ടിലിരിക്കുന്ന ഇന്നെപ്പോലത്തവർക്ക് ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോസ് ഉണ്ടാവുക കേട്ടോ. പിന്നെ വല്ലപ്പോഴും ഒന്ന് പുറത്ത് പോവും, അങ്ങനത്തതൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ ഇതാട്ടോ ഞാൻ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നത്തെയും പോലെ തന്നെ ഫസ്റ്റ് ചായമത്തെ വെള്ളത്തുമ്മലാണ് അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. ചായയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടി കുഴച്ച് ഉരുട്ടിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പത്തിരി ചുടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയലുണ്ടല്ലോ ചിക്കൻ കറിയോ ബീഫ് കറിയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ് ഈ പത്തിരീൻ്റെ പരിപാടിക്ക് ഞാൻ നിൽക്കുക എന്നുള്ളത്. പത്തിരി നൂൽപുട്ടിനൊക്കെ ആ ഒരു കറിയാണ് കേട്ടോ ചേരുക. ഞാൻ പറയുന്നതല്ല, എൻ്റെ മക്കൾ പറയുന്നതാണ് കേട്ടോ. പത്തിരിക്കൊക്കെ വേറെ എന്തെങ്കിലും കറിയാണെന്നുണ്ടെങ്കിൽ അത് അതിന് ചേരൂല പറയും കേട്ടോ കുട്ടികൾ. അപ്പോൾ ഇന്ന് എന്തായാലും തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം പത്തിരിയൊക്കെ ഒന്ന് എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ ഇടയിൽ മക്കൾ മദ്രസ ഇട്ട് വരുത്തും ഓരോ ചായ കുടിയും സ്കൂളിൽ പോവലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു തിരക്കാണല്ലോ. ചിലപ്പം എല്ലായിടത്തും ഒന്ന് ചിലപ്പം ചില ദിവസം എല്ലാതും ഒന്നും അങ്ങോട്ട് വീഡിയോയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് വീഡിയോ 3 മിനിറ്റിനുള്ളിൽ കൊള്ളേണ്ടതല്ലേ. അപ്പം ആ ഒരു രീതിയിലാണ് കേട്ടോ ഇതിലൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. പിന്നെ എന്നും ഒരേ രീതിയിലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മടുക്കും ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. ചില വീഡിയോസിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തും, ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ ഞാനും നാസിമോനും വേഗം ചായയൊക്കെ കുടിച്ച് എണീച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഒന്ന് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഈ രാവിലെ കുറേ അധികം ഉണ്ടാവും കേട്ടോ കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വേഗം തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അടുപ്പിൻ്റെ ആ ഒരു വട്ടത്തിലുള്ള സാധനം ഒന്ന് കാണിച്ചതാണ് കേട്ടോ. കാരണം ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെയൊക്കെ താഴെ എനിക്ക് ആ ഒരു ചട്ടീനെ കുറിച്ചൊരു കമൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് കാണിച്ചതാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ചോറിൻ്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ കറി ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ താളിച്ചതും അതുപോലെ ബീട്രൂട്ട് ഉപ്പേരിയാണ്. അപ്പോൾ കുമ്പളങ്ങ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് അതും ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ വേഗം ബാക്കിയുള്ള അടിത്തോട്ടം തന്നെ കഴുകലും മോറലും അങ്ങനത്തെ എല്ലാ പണികളും അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തെ ചോറ് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.